തില്ലങ്കേരി കാഞ്ഞിരാട്ടെ 20 വയസ്സുകാരി കെ കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കുന്നതിൽ പോലീസ് നടത്തുന്ന അന്വേഷണം പക്ഷപാതപരമാവുന്നതായി യുവതിയുടെ ബന്ധുക്കൾ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. +2 പഠനകാലം മുതൽ മകളുമായി സൗഹൃദം പുലർത്തിയ യുവാവാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കാണിച്ച് ആത്മഹത്യ ചെയ്ത കീർത്തനയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ തുടർ അന്വേഷണം നടക്കുന്നില്ലെന്നും തില്ലങ്കേരി കാഞ്ഞിരാട്ടെ സങ്കീർത്തന നിവാസിൽ കെ ലീനയും ഭർത്താവ് ജിഷികുമാറും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അതായത് ഏപ്രിൽ 17 മംഗലാപുരത്ത് വെച്ച് ഇവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും അത് ഈ ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ആദിത്യദേവാണ് കാരണം എന്നിട്ട് എല്ലാ സംഭവങ്ങളോടും നമ്മളോട് പറയാണ്ട് ഈ ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ് ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ചിട്ട് അവള് ഉച്ചക്ക് 12 മണി തൊട്ടിട്ട് അയാളെ വിളിച്ച് സംഭവങ്ങൾ പറയുന്നു. അപ്പൊ അയാള് പറഞ്ഞ് നീ വീട്ടുകാരോടൊന്നും പറയാൻ പാടില്ല, ഞാനെല്ലാം ശരിയാക്കി തരുമെന്ന് കുട്ടിയോട് പറയുന്നേ. അപ്പൊ വൈകുന്നേരം ആയിട്ടും ഒന്നും പറയാത്തതിനെ തുടർന്ന് 8:36 അവള് ഫാനിന്റെ മേലെ കെട്ടിയിട്ട് ഇയാൾക്ക് വീഡിയോ ഇട്ട് കൊടുക്കുന്നു, ഫോണില് വീഡിയോ ഇട്ട് കൊടുക്കുന്നു. അന്നേരം ഒന്നും സംഭവങ്ങൾ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇവളെ കൂട്ടുകാരിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാന്ന്, 2 ദിവസം കഴിഞ്ഞാലേ നീ അമ്മയോട് കാര്യങ്ങൾ പറയാവൂ എന്ന് അവളോട് പറഞ്ഞ്. അപ്പൊ ആദിത്യദേവിന്റെ അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഓറെല്ലാം ശരിയാക്കി തരാന്നാ പറഞ്ഞത്, പക്ഷെങ്കില് ഇനി എനിക്ക് ജീവിക്കാനാവില്ല എന്ന് ഇവള് പറഞ്ഞ്. അപ്പൊ ഈ വിവരം ഈ കുട്ടി നമ്മളെ വിളിച്ച് പറയുന്നത് രാത്രി 9 മണിയാകുമ്പോന്ന് നമ്മളെ വിളിച്ച് പറയുന്നത്. വൈകുന്നേരം 4 മണി തൊട്ടിട്ട് ഈ കുട്ടി ഇവളെ ഉപദേശിക്കാൻ തുടങ്ങിയതിന് പോലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞതിന് ശേഷം പോലും ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ചിട്ട് ഇവള് കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം നമ്മളോട് ഇവളൊന്നും പറയാത്തതിനെ തുടർന്ന് ഈ കുട്ടി പറഞ്ഞത്, ആ സ്പോട്ടിൽ ഞാൻ ഈ ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ച് കീർത്തനക്ക് എന്താ പ്രശ്നം ചോദിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞിനെ ഇന്നേ കുട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിനെന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞ് ആ കുട്ടിക്ക് മംഗലാപുരത്ത് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അന്നേരം ഞാൻ അയാളോട് ഒന്നും സംഭവിക്കൂല, മംഗലാപുരത്ത് വെച്ചിട്ടൊക്കെ ഒന്നും സംഭവിക്കൂല, ആദിത്യദേവിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു കുട്ടി വിളിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞ് ആദിത്യദേവ് ബ്ലോക്ക് ആക്കിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്റെ മോൾ എനിക്ക് ഇവിടെ രാവിലത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയൂന്ന് പറഞ്ഞ്. അപ്പൊ ഇവളെ അതിന്റെ നടുക്ക് നമ്മൾ വിളിക്കുന്നുണ്ട്, കുട്ടീനെ വിളിക്കുന്നുണ്ട്, എന്താ പ്രശ്നം ചോദിച്ചിട്ട് ഓള് നമ്മളോടൊന്നും പറയുന്നില്ല, കരയുന്നുണ്ട്, വീഡിയോ കോളാ വിളിക്കുന്നത്, കരയുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇയാളെ വിളിച്ച് പറഞ്ഞ് അപ്പൊ നമ്മൾ പറയുമ്പോൾ ഓള് നാട്ടിലേക്ക് വരുന്നില്ല, ഞാൻ വരുന്നില്ല എന്നാണ് ഓള് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ച് ഇത് പറഞ്ഞതിന് ശേഷം ഓള് 11 മണിക്ക് വരാൻ തയ്യാറായി. രാത്രി 11 മണിക്ക് അവിടുന്ന് ട്രെയിൻ കയറി 3 മണിയാകുമ്പോക്ക് നമ്മള് കണ്ണൂരിൽ പോയി അവളെ കൂട്ടി 1:40 ആകുമ്പോക്ക് കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് നമ്മളെ കൂട്ടി കൊണ്ടുവന്ന്. അപ്പൊ 3 മണിയായി വീട്ടിലെത്തുമ്പോ അന്ന് നമ്മളോട് ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ സംഭവങ്ങള് കുട്ടി അച്ഛനോട് പറഞ്ഞ് ഞാനും ആദിത്യദേവ് +1 തൊട്ടിട്ടുള്ള പ്രണയാന്ന്, ഓൻ അന്നെ എല്ലാ വിധത്തിലും വഞ്ചിച്ചതിന് ശേഷം എന്നെ ബ്ലോക്ക് ആക്കി വെച്ച് എന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞു. എനിക്ക് ഓനുമായിട്ട് സംസാരിക്കണം, ആദിത്യദേവിന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളത് നമ്മളോട് പറഞ്ഞ്. നമ്മൾ എന്നിട്ട് വീണ്ടും ഇവള് തന്നെ ഈ ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ച് അപ്പൊ അയാൾ നമ്മളോട് പറഞ്ഞ് സംസാരിക്കാന്നെല്ലാം പറഞ്ഞ്. ഈ സംസാരിക്കാന്ന് പറഞ്ഞെടുക്കാൻ 18-ാം തീയതി സമയമില്ലെന്ന് പറഞ്ഞ് നമ്മൾ അവിടെയുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് എന്ന് പറഞ്ഞയാളും പറയാനുള്ള ഇത് പറഞ്ഞ്. എന്നിട്ട് ഈ ആദിത്യദേവിന്റെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കേണ്ട ഇത് ചെയ്ത്. അപ്പൊ 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സംസാരിക്കാന്ന് പറഞ്ഞ്. 5 മണിക്ക് സംസാരിക്കാനുള്ള വിവരം കീർത്തനന്റെ അച്ഛനാണ് കീർത്തനോട് വിളിച്ച് പറയുന്നത്. കീർത്തനോട് വിളിച്ച് പറയുന്നത് 19-ാം തീയതി രാവിലെ 11 മണിക്ക് കുട്ടിയോട് വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് സംസാരിക്കാം, വൈകുന്നേരം സംസാരിക്കാന്നുള്ള കാര്യം 15 മണിക്ക്. വൈകുന്നേരം പോരച്ചാ 2 മണിക്ക് എനിക്ക് മംഗലാപുരം പോകേണ്ടതാണെന്ന് പറയുന്നത്. മംഗലാപുരം പോകേണ്ടതാന്ന് പറഞ്ഞതിന് ശേഷം 5 മണിക്ക് ഞാൻ അന്നേരം ഒരു ചെറിയ ബേക്കറി നടത്തുന്നത്. അപ്പൊ എന്റെ 2 മക്കൾ ബേക്കറിയിലേക്ക് വന്നേരം ഞാൻ ബേക്കറിയിൽ നിന്നും വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്തോള് ഫോണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് സോഡ അമ്മ വരുമ്പോ ഒരു സോഡ എടുക്കണോന്ന് പറഞ്ഞ്. അപ്പൊ ഈ സോഡ എടുക്കണം എന്ന് പറഞ്ഞ് ഈ സോഡ എടുത്ത് ഞാൻ വരുമ്പോ ഇവള് മുൻവാതിൽ പൂട്ടിയിട്ടുള്ളത്, വീടിന്റെ മുൻവാതിൽ പൂട്ടീന്. അപ്പൊ മുൻവാതിൽ പൂട്ടിയതിന്റെ എന്തിട്ട് വിളിച്ചിട്ടെന്നോള് വാതിൽ തുറക്കൊന്നുമില്ല. ഒരു കസേര പൊന്നി ഒച്ച ഞാൻ കേട്ടിന് നേരം. ഞാൻ നോക്കുമ്പോ എല്ലാം മൊത്തം പൂട്ടീന്.
അപ്പാട് അടുത്ത വീട്ടിൽ പോയി ആടെയുള്ള കുട്ടീനെ വിളിച്ച് ആടെയുള്ള കുട്ടീനോട് എങ്ങനെ പറഞ്ഞുതരാം. ആ കുട്ടി ഏണിയും എടുത്തിട്ടേനും വന്നത്. ആ കുട്ടി ചെറിയ മോനാണ്. ആ കുട്ടി 2ാം നില എന്റെ മേലെ കയറിയിട്ട് നോക്കുമ്പോ ഇവളകത്ത് തൂങ്ങിക്കിടക്കുന്നു. ആ തൂങ്ങിക്കിടക്കാൻ ഞാൻ തന്നെയാണ് പിടിച്ച് പൊന്തിച്ചത്. ഞാൻ പിടിച്ച് പൊന്തിച്ച് ആ കുട്ടിയുടെ അമ്മ വന്ന് ഇത് അറുത്തിട്ട് അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം ഓടി വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് 12 ദിവസം വെന്റിലേറ്ററിൽ കിടന്നത്. അങ്ങനെ ഇത് പറയാന്ന് പറഞ്ഞെടുക്കുകയാണ് നമ്മൾ ഈ മൊഴികളെല്ലാം വെച്ച് പരാതി കൊടുത്ത് കണ്ണൂര് റൂറൽ എസ്.പിക്കാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത് കേസ് അവര് പാർട്ടി സ്വാധീനവും എല്ലാം ഉള്ളത് കൊണ്ട് കേസ് നേരായ വണ്ണല്ല എന്ന് വെച്ചാൽ 3 മാസമായി കേസ് അന്വേഷിക്കുന്നത്. നമ്മള് കേസ് കൊടുത്തിട്ട് ഇതുവരെ ആ കുട്ടീനെ അറസ്റ്റ് ചെയ്യുമോ, നമ്മള് കുട്ടിയുടെ പേരിലോ അച്ഛന്റെ പേരിലോ ആണ് കേസ് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാല് ഈ സംഭവങ്ങൾ മുഴുവനായി അച്ഛൻ അറിഞ്ഞിട്ട് 17-ാം തീയതിയും പോയി 19-ാം തീയതിയും പോയി നമ്മൾ ഇയാളോട് സംസാരിക്കുകയും ചെയ്തു. എന്നാ പ്രശ്നം എന്ന് അറിയേണ്ടിട്ട് ഈ 19-ാം തീയതി ആയിട്ടും ഇയാള് നമ്മളോട് പറഞ്ഞില്ല എന്നെ വിളിച്ചിനെ ഇങ്ങനെ ഫാനിന്റെ മേലെ കെട്ടി കാണിച്ചു തന്നിനെന്നുള്ള വിവരം. എന്താന്ന് വെച്ചാല് ഈ ഫാനിന്റെ മേലെ കെട്ടി തന്നെ ഇവള് മരിച്ച് 12 ദിവസം കഴിഞ്ഞേരം ഫോണിന്റെ ലോക്ക് നമുക്കറിയില്ല. ഫോണിന്റെ ലോക്ക് അറിയാത്തതിനെ തുടർന്ന് പിന്നെ കൂട്ടുകാരിനെ വിളിച്ചിട്ട് ആ പറഞ്ഞ കൂട്ടുകാരിനെ വിളിച്ച് ചോദിച്ചാൽ ഓളിങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്ക് അന്നേരം തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ ഫോണിൽ ലോക്ക് തുറക്കുന്നത്. തുറന്നതിന് ശേഷമാണ് ഓളെ ഫോണിലുള്ള വിവരങ്ങൾ മൊത്തം ആത്മഹത്യക്കുള്ള കാരണങ്ങളും ഫോട്ടോസുകളും അച്ഛനയച്ച ഇത് എല്ലാം ഇത് നമ്മളതിൽ കാണുന്നത്, ഫോട്ടോ എടുത്ത് വെച്ച് കാണുന്നത്. ഇവള് മെസ്സേജുകളും എല്ലാം ഈ ആദിത്യദേവിന്റെ അച്ഛനാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇവൻ 5-10 ദിവസമായിട്ട് ബ്ലോക്ക് ആക്കിയതിനെ തുടർന്ന് ഓന്റെ ഫോണിൽ ഇടാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ആദിത്യദേവിന്റെ അച്ഛന്റെ പേരിലേക്ക് വിളിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇയാള് നമ്മളോട് പറഞ്ഞില്ല. ഈ ഫോണിൽ ഫാനിന്റെ മേലെ ഇവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നുള്ള കാര്യം ഇദ്ദേഹം നമ്മളോട് പറഞ്ഞതാണെങ്കിൽ നമ്മൾ കുട്ടീനെ നോക്കി നിൽക്കും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോ ഒക്കെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പറയാനുള്ളതില് ഒരു സന്തോഷത്തിലിരുന്ന മംഗലാപുരത്തുള്ള ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറയുകയും ചെയ്തു. വൈകുന്നേരം 5 മണിക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോ ഞാൻ നാളത്തേക്ക് മംഗലാപുരം വരും, പരീക്ഷയാണ് എന്നുള്ള വിവരം ഇവള് പറയുന്നുണ്ട്. അതിനുശേഷാണ് പിന്നെ 11 മണിക്കും 12 മണിക്കും ഉള്ളിൽ ഇവളെ ആര് വിളിച്ച് ഭീഷണിപ്പെടുത്തിനെന്ന് നമുക്കറിയില്ല. അപ്പൊ അത് മാത്രം, അത് വാട്സപ്പ് കോളോ സാധാ കോളോ വിളിച്ചിട്ടില്ല. അപ്പൊ ഈ പിന്നെ ഇതാര് വിളിച്ചെന്നാണ് നമ്മള് അത് ഇൻസ്റ്റാഗ്രാമിലെ കൂടി വിളിച്ചതാവാനാണ് സാധ്യത. എന്ന് വെച്ചാൽ നമ്മൾ അതും പോലീസിനോട് പറഞ്ഞു. അപ്പൊ അത് മാത്രം അവർക്ക് എടുക്കാൻ കിട്ടുന്നില്ല. ഇൻസ്റ്റാഗ്രാം മൊത്തം ഡിലീറ്റ് ആക്കി. ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് ഈ ആദിത്യദേവിന് മാത്രമേ അറിയുള്ളൂ പോലും. അപ്പൊ അത് മൊത്തം ഡിലീറ്റ് ആക്കി. ഇൻസ്റ്റാഗ്രാം മൊത്തം ഡിലീറ്റ് ആക്കിയിട്ടാണ് ഉള്ളത്. അതിനുശേഷം പിന്നെ കേസ് നമ്മള് കൊടുത്തിട്ട് അവര് അന്വേഷണം എന്ന് വെച്ചാല് ഈ ഇദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാ കേസ് മുന്നോട്ട് പോകുന്നേ ഇല്ല. അതിനു മുമ്പ് ഈ ചെക്കൻ ഇങ്ങനെ ഇവളെ ഇങ്ങനെ വഞ്ചിക്കാനുള്ള കാരണം എന്ന് വെച്ചാല് അതിനു മുന്നേ, അതായത് ഫെബ്രുവരി 27-ാം തീയതി ഇവള് മട്ടന്നൂർ ടൗണിൽ വെച്ചിട്ട് കൈയുടെ ഞരമ്പ് മുറിക്കുകയുണ്ടായി. അത് മുറിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാല് 3 വർഷമായിട്ട് ഇവളെ സ്നേഹിക്കുന്ന ആ കുട്ടി, അതേപോലെ തന്നെ 2 വർഷമായിട്ട് മട്ടന്നൂർ PRNSS പഠിക്കുന്ന വേറെ ഒരു കുട്ടീനെയും കൂട്ടി ഇവൻ നടക്കുന്നു പോലും. ആ വിവരം ഇവളോട് പറഞ്ഞതിനെ തുടർന്നാണ് ഇവള് ആത്മഹത്യക്ക് ശ്രമിച്ചത് മട്ടന്നൂർ ടൗണിൽ നിന്ന്. അത് ഇവള് PRNSS കോളേജിൽ പോയി ആ കുട്ടീനെയും കണ്ട് ഇവനെയും കണ്ട് ചോദിച്ചു പോലും. എന്നിട്ട് മട്ടന്നൂർ ടൗണിൽ, അന്ന് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത്, കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മള് അവളെ കൗൺസിലിംഗ് കൊടുത്ത് കണ്ണൂർ കൂട്ടിക്കൊണ്ടുപോയി കൗൺസിലിംഗ് കൊടുത്ത് നമ്മള് മംഗലാപുരത്തെ ഡോക്ടർ പറഞ്ഞു ഓക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അവളെ വിട്ടോന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇവളെ വീണ്ടും മംഗലാപുരത്തേക്ക് പഠിക്കാൻ വിടുന്നത്. ആ പഠിക്കാൻ വിടുന്നെടുക്കുന്നാണ് വീണ്ടും ഇവ 10 ദിവസം കഴിഞ്ഞേരം ഈ ആദിത്യദേവ് എന്ന് പറഞ്ഞ കുട്ടി മംഗലാപുരം വരെ പോയി. പിന്നെ വീണ്ടും ഇവളോട് പറഞ്ഞ പോലെ നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനാവൂല പിന്നെ എന്നെല്ലാം പറഞ്ഞിട്ട് കരഞ്ഞ് കാലിന് വീണു പോലും. പിന്നെ ഇവൻ ആദ്യം ഒരു കുറച്ച് ദിവസം വിളിച്ചതിന് ശേഷം ഇവൻ വീണ്ടും ബ്ലോക്ക് ആക്കി. എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അതിലിടയ്ക്ക് ഇവൻ ഏപ്രിൽ 2-ാം തീയതി എടക്കാനം എന്ന സ്ഥലത്ത് ഇവളെ കൂട്ടിയിട്ട് പോയിന് പോലും. എടക്കാനത്ത് മംഗലാപുരത്തുള്ള ഓളെ കണ്ണൂര് വരെ കാർ എടുത്ത് പോയിട്ട് ഓളോട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഉണ്ട് എന്ന് ഉണ്ടെന്ന് ഉള്ളത് മെസ്സേജ് ഫോണിലുണ്ട്. മെസ്സേജ് അവര് പോയതും ഇതുമെല്ലാം ഫോണിലുണ്ട്. എടക്കാനത്ത് അത് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഇവൻ ഇതെല്ലാം ചെയ്തതെന്ന് വിചാരിച്ചാൽ പോലും ഈ മട്ടന്നൂര് ടൗണിൽ വെച്ചിട്ട് ഇവന്റെ അച്ഛൻ അന്ന് പോലീസ് സ്റ്റേഷനിൽ വരേണ്ടി വന്നിന്. അതിന് ഇവളോട് പകരം വീട്ടിയതാ പോലും അവരെ കുറവാക്കിയതിന്റെ.
പകരം വീട്ടിയതാ പോലും ഈ മട്ടൻ വീണ്ടും ഇത് ചങ്ങാത്തം കൂടിയത്. മകൾ മംഗലാപുരത്ത് ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്ന കാലത്തും യുവാവ് പലതവണ മകളെ കണ്ണൂരിലേക്ക് വിളിച്ചു വരുത്തുകയും ഒന്നിച്ച് താമസിക്കുകയും ചെയ്തിരുന്നതായും തുടർന്ന് മകൾ ഗർഭിണിയാവുകയും മരുന്ന് കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും യുവാവിന്റെ പ്രവൃത്തിയിൽ മനം നൊന്ത യുവതി ഒരിക്കൽ കൈഞ്ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും കുടുംബം പറഞ്ഞു. യുവാവിന്റെ ചെയ്തികൾ അദ്ദേഹത്തിന്റെ പിതാവിനോട് നിരവധി തവണ പരാതിപ്പെട്ടിരുന്നുവെന്നും ഇതിനെ തുടർന്ന് ഇയാൾ പലതവണ മകളെ ഫോണിൽ വിളിക്കുകയും മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും ആത്മഹത്യയ്ക്ക് ശേഷം മകളുടെ ഫോണിൽ നിന്ന് ലഭിച്ച വാട്സപ്പ് ചാറ്റുകളും ഫോട്ടോകളുമാണ് മകൾ മാനസിക പീഡനത്തിന് ഇരയായ കാര്യം തങ്ങൾ അറിയുന്നതെന്നും കുടുംബം പറഞ്ഞു. പോലീസ് സേനയിൽ ഉന്നത പദവിയിലിരിക്കുന്ന മട്ടന്നൂർ കല്ലൂർ സ്വദേശിയായ യുവാവിന്റെ പിതാവാണ് കേസുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും ഇതിൽ ഉന്നതരുടെ പിന്തുണയുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ രക്ഷിതാക്കൾ ആരോപിച്ചു. അന്വേഷണം കാര്യക്ഷമമാക്കാൻ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. ആ പരാതി ഡിവൈഎസ്പിയാണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. ആ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചെയ്തതെന്ന് വെച്ചാൽ അവർ മംഗലാപുരം പോയിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 4 പ്രാവശ്യം പോയിട്ടും കുട്ടിയുടെ ബാഗിൻ്റെ അകത്താണ് കുട്ടി ആത്മഹത്യ ചെയ്യാനില്ല. ഇതെന്തെങ്കിലും അതിൽ വെച്ചതോ ബാക്കിയുള്ളതായിട്ടുള്ള ഉണ്ടാവുന്ന ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് കണ്ടെത്താനായില്ല. CCTV ആയി നമ്മൾ താമസിക്കുന്ന PG-യിൽ CCTV ഇല്ലാന്ന് അവർ പറയുന്നത് CCTV ഇല്ലാന്ന്. പക്ഷേ കുട്ടികളടക്കം അവിടെ താമസിക്കുന്ന കുട്ടികളടക്കം പറഞ്ഞ് CCTV ഉണ്ട്. നമ്മളെ മകളെ ഇപ്പം നമ്മൾ തിരിച്ചു വിട്ടാന്ന് പോകുന്നില്ല. പക്ഷേ നാളെ ഇതേപോലെ ആദ്യം ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതെന്നുള്ള ഇതാണ് നമുക്ക് പറയുന്നത്.